കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക വീണ്ടും പുതിയ സിനിമയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലാണ് മമ്മൂക്ക അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പോൾ തിയേറ്ററുകളിൽ ഗംഭീര കളക്ഷനുമായി മുന്നേറുന്ന ടർബോയ്ക്ക് ശേഷം മമ്മൂക്ക അഭിനയിക്കാൻ പോകുന്ന ചിത്രം കൂടിയാണിത്. തമിഴിൽ ഒരുപടി മികച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ കൂടിയാണ് ഗൗതം വാസുദേവ മേനോൻ. ചെയ്ത ചിത്രങ്ങളെല്ലാം വ്യത്യസ്തവും ഹൈ ക്വാളിറ്റി ഉള്ളതുമായിരുന്നു. തമിഴിൽ സാധാരണയായി കണ്ടുവരുന്ന തട്ടുപൊളിപ്പൻ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സിനിമ എടുത്ത് ഗംഭീര വിജയങ്ങൾ കൊയ്ത സംവിധായകൻ കൂടിയാണ് ഗൗതം വാസുദേവ മേനോൻ. മമ്മൂക്ക ജീവിയം ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് സൂരജ് നീരജിന്റേതാണ്. ദുൽഖർ സൽമാന്റെ ഹിറ്റ് ചിത്രമായ ABCDയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ് സൂരജ് നീരജ്. മമ്മൂട്ടിയെ കൂടാതെ ചിത്രത്തിലെ മറ്റൊരു പ്രധാന വേഷത്തിൽ നയൻതാരയും എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മമ്മൂട്ടി ജീവിയം ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ടർബോ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ചെയ്ത 5 സിനിമകളും ഹൈ ക്വാളിറ്റിയിൽ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഗംഭീര സിനിമ തന്നെ പ്രേക്ഷകർക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. 2 ഭാഷകളിലായാണ് ചിത്രം ഇറങ്ങാൻ പോകുന്നത്. തമിഴിലും മലയാളത്തിലുമാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ചെന്നൈയാണ്. ജൂൺ 10 ശേഷം ചിത്രത്തിന്റെ വർക്കുകൾ ആരംഭിക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചത്. മമ്മൂട്ടിയുടെ റിലീസിന് തയ്യാറെടുക്കുന്ന ഡിനോ ഡെനീസ് ഗെയിം ത്രില്ലർ ചിത്രം ബസൂക്കയിൽ ഗൗതം വാസുദേവ മേനോൻ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ബെഞ്ചമിൻ ജോഷോ എന്ന ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലാണ് ജീവിയം ബസൂക്കയിൽ എത്തുന്നത്. മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോൻ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളെ കുറിച്ചും അണിയറ പ്രവർത്തകരെ കുറിച്ചുമുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ജീവിയം സംവിധാനം ചെയ്ത വിക്രം പ്രധാന വേഷത്തിലെത്തിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം ധ്രുവ നക്ഷത്രം റിലീസാകാനുണ്ട്. മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോൻ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.